കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. കഥകൾ കേൾക്കുക എന്നത് മാത്രമല്ല നമ്മുടെ ഉദ്ദേശം. കഥകൾ കേൾക്കുന്നതോടൊപ്പം തന്നെ പുതിയ വാക്കുകൾ പഠിക്കണം, ഗ്രാമർ ഐഡിയ മനസ്സിലാക്കണം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ഏറ്റവും അവസാനം 1 മിനിറ്റ് ചില പ്രയോഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പ്രയോഗം used to be എന്നതാണ്. A long time ago, every town in England had a workhouse. കുറേ കാലങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിലെ എല്ലാ ടൗണുകളിലും വർക്ക് ഹൗസ് ഉണ്ടായിരുന്നു. Workhouse. A building where very poor people were sent to live and given work to do. വളരെ പാവപ്പെട്ട വ്യക്തികളെ താമസിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചിരുന്ന ഒരു ബിൽഡിങ്ങിനെയാണ് വർക്ക് ഹൗസ് എന്ന് പറയുന്നത്. This was a house for very poor people. വളരെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള താമസ സ്ഥലമായിരുന്നു അത്. Oliver Twist was born in a workhouse. ഒലിവർ ട്വിസ്റ്റ് ജനിച്ചത് ഒരു വർക്ക് ഹൗസിലായിരുന്നു. ഒലിവർ ട്വിസ്റ്റ് വാസ് ബോൺ, അതൊരു പാസീവ് സെന്റൻസ് ആണ്. His mother was a young woman. ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മ ഒരു ചെറുപ്പക്കാരിയായിരുന്നു. She was very ill when she came to the workhouse. വളരെയധികം സുഖമില്ലാത്ത അവസ്ഥയിലാണ് ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മ വർക്ക് ഹൗസിൽ എത്തിയത്. A doctor and a woman were with her. ഒരു ഡോക്ടറും ഒരു സ്ത്രീയും ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. After Oliver Twist was born, his mother said, ഒലിവർ ട്വിസ്റ്റ് ജനിച്ചതിന് ശേഷം ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മ പറഞ്ഞു, I want to see my baby and then die. ഞാൻ എൻ്റെ കുട്ടിയെ കാണാൻ ആഗ്രഹിക്കുന്നു, അതിനുശേഷം മരിക്കുവാനും. You are too young to die, said the woman. You are too young എന്ന് പറഞ്ഞാൽ you are very young എന്നാണ് അർത്ഥം. The doctor put the little baby in his mother's arm. ഡോക്ടർ ആ കുട്ടിയെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. She kissed the baby and died. കുട്ടിയെ ചുംബിച്ചതിന് ശേഷം ഒലിവർ ട്വിസ്റ്റിന്റെ അമ്മ മരിച്ചു. She's dead, said the doctor. അവൾ മരിച്ചു എന്ന് ഡോക്ടർ പറഞ്ഞു. Poor dear, she came here last night. ഇന്നലെ രാത്രിയാണ് അവൾ വന്നത്. No one knows where she's from, said the woman. അവൾ ഏത് പ്രദേശത്തുള്ളവളാണെന്ന് ആർക്കും തന്നെ അറിയില്ല എന്ന് ആ സ്ത്രീ പറഞ്ഞു. The old woman began to dress the baby with very old clothes. വയസ്സായ ആ സ്ത്രീ ഒലിവർ ട്വിസ്റ്റിനെ വസ്ത്രം ധരിപ്പിച്ചു. Oliver was alone in the world. ഒലിവർ ഈ ലോകത്ത് തനിച്ചായിരുന്നു. He was an orphan. അവൻ ഒരു അനാഥനായിരുന്നു. No one loved him. ആരും തന്നെ അവനെ സ്നേഹിച്ചില്ല. When Oliver was small, he lived in an orphanage with other orphans. ചെറുപ്പമായിരുന്ന സമയത്ത് ഒലിവർ ട്വിസ്റ്റ് ഒരു അനാഥാലയത്തിൽ മറ്റ് അനാഥർക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. He and the other children had very little food and very little love. ഒലിവർ ട്വിസ്റ്റിനും മറ്റു കുട്ടികൾക്കും വളരെ കുറച്ച് ഭക്ഷണവും വളരെ കുറച്ച് സ്നേഹവും മാത്രമേ അവിടെ ലഭിച്ചിരുന്നുള്ളൂ. Many of the children died because they were cold or hungry. തണുപ്പും വിശപ്പും കാരണം വളരെയധികം കുട്ടികൾ മരിച്ചുപോയി. Oliver survived, but he was small and thin. സർവൈവ്ഡ് അതിജീവിച്ചു. ഒലിവർ അതിജീവിച്ചു, പക്ഷേ അവൻ മെലിഞ്ഞ വലുപ്പം കുറഞ്ഞ കുട്ടിയായിരുന്നു. His face was very white. അവന്റെ മുഖം വളരെ വെളുത്തതായിരുന്നു.
On his 9th birthday, Oliver left the children's home. 9 വയസ്സുള്ള സമയത്ത് ഒലിവർ ആ വീട് വിട്ടുപോയി. He was sad to leave his only friends. അവന്റെ സുഹൃത്തുക്കളെ വിട്ടുപോകുന്നതിൽ അവന് ദുഃഖമുണ്ടായിരുന്നു. He went to live in a workhouse. ഒരു വർക്ക് ഹൗസിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് അവൻ പോയത്. He worked long hours for the workhouse. അവൻ അവിടെ വളരെയധികം സമയം ജോലി ചെയ്തു. They gave him only 1 bowl of porridge 3 times a day and an onion twice a week. ഓട്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് പോറിഡ്ജ്. 3 times a day, ദിവസം 3 നേരം. Twice a week, ആഴ്ചയിൽ 2 തവണ. ഓട്സ് ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണം ഒരു പാത്രം ദിവസം 3 നേരവും ആഴ്ചയിൽ 2 തവണ ഉള്ളിയുമാണ് അവർ ഒലിവർ ട്വിസ്റ്റിന് നൽകിയിരുന്നത്. On Sundays, he had a small piece of bread. ഞായറാഴ്ചകളിൽ അവന് ഒരു ചെറിയ കഷണം ബ്രെഡ് ലഭിച്ചിരുന്നു. Oliver and his companions were very hungry and very unhappy. ഒലിവർ ട്വിസ്റ്റിനും കൂട്ടാളികൾക്കും വളരെ വിശപ്പും ദുഃഖവും ഉണ്ടായിരുന്നു. They never asked for a second bowl of porridge. They were afraid. അവരാരും രണ്ടാമത് ഭക്ഷണം ചോദിച്ചിരുന്നില്ല. അവർക്ക് ഭയമായിരുന്നു. But after 3 months, they became terribly hungry. 3 മാസങ്ങൾക്ക് ശേഷം അവർക്ക് വളരെ വിശപ്പ് തോന്നി. One day, Oliver took his empty bowl to the master. ഒരു ദിവസം ഒലിവർ ട്വിസ്റ്റ് തന്റെ ഒഴിഞ്ഞ പാത്രവും കൊണ്ട് മാസ്റ്ററുടെ അടുത്തേക്ക് ചെന്നു. Please, sir, He said, I want some more porridge. ഞാൻ കുറച്ചുകൂടി പോറിഡ്ജ് ആഗ്രഹിക്കുന്നു എന്ന് ഒലിവർ ട്വിസ്റ്റ് മാസ്റ്ററോട് പറഞ്ഞു. The master looked at Oliver. മാസ്റ്റർ ഒലിവറിനെ നോക്കി. He was surprised. അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നി. What? He said. എന്ത് എന്ന് അദ്ദേഹം ചോദിച്ചു. Please, sir, He said, I want some more porridge. തനിക്ക് കുറച്ചുകൂടി പോറിഡ്ജ് ആവശ്യമുണ്ടെന്ന് ഒലിവർ ട്വിസ്റ്റ് രണ്ടാമതും ആവശ്യപ്പെട്ടു എന്ന് സാരം. The master hit Oliver with his big spoon. മാസ്റ്റർ തന്റെ കയ്യിലുണ്ടായിരുന്ന വലിയ സ്പൂൺ ഉപയോഗിച്ച് ഒലിവർ ട്വിസ്റ്റിനെ തല്ലി. Then he called Mr. Bumble. He was an important officer of the town. പിന്നീട് അദ്ദേഹം ബംബിൾ എന്ന വ്യക്തിയെ വിളിച്ചു. അദ്ദേഹം ആ നഗരത്തിലെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഓഫീസർ ആയിരുന്നു. What? Cried Mr. Bumble. ക്രൈ എന്ന വെർബിന് 2 മീനിങ് വരുന്നുണ്ട്. കരയുക എന്നും അർത്ഥം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷൗട്ട് ലൗഡ്ലി, ഉറക്കെ ദേഷ്യത്തിൽ പറയുക. He took Oliver to the directors of the workhouse and said, Oliver Twist asked for more porridge. ഒലിവർ ട്വിസ്റ്റ് വീണ്ടും പോറിഡ്ജ് ആവശ്യപ്പെട്ടു എന്ന് അദ്ദേഹം വർക്ക് ഹൗസിലെ അധികാരികളെ അറിയിച്ചു എന്ന് സാരം. For more porridge? They cried. കൂടുതൽ പോറിഡ്ജ് ആവശ്യപ്പെട്ടോ എന്ന് ദേഷ്യത്തോടും അതിശയത്തോടും കൂടി അവർ ചോദിച്ചു എന്ന് സാരം. They looked at each other. അവർ പരസ്പരം നോക്കി. They were surprised. അവർക്ക് ആശ്ചര്യം തോന്നി. He must leave the workhouse. ഒലിവർ ട്വിസ്റ്റ് നിർബന്ധമായും വർക്ക് ഹൗസ് വിട്ടുപോകണമെന്ന് അവരെല്ലാവരും പറഞ്ഞു. ഒരു വ്യക്തി ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മസ്റ്റ് എന്ന മോഡൽ ഓക്സ്വർബ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് എന്ന മോഡൽ ഓക്സ്വർബിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക. ഹി മസ്റ്റ് ലീവ്, നിർബന്ധമായും അവൻ വർക്ക് ഹൗസ് വിട്ടു പോകണം എന്നാണ് അവർ പറഞ്ഞത്. Mr. Bumble put Oliver in a cold, dark room for 1 week. ബംബിൾ എന്ന വ്യക്തി
ഒലിവർ ട്വിസ്റ്റിനെ തണുത്ത ഇരുട്ടുള്ള മുറിയിൽ ഒരാഴ്ചയോളം പൂട്ടിയിട്ടു. Every morning, Mr. Bumble beat Oliver with a stick in front of his friends. എല്ലാ ദിവസവും ബംബിൾ എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിന്റെ സുഹൃത്തുക്കൾക്ക് മുൻപിൽ ഒരു വടി ഉപയോഗിച്ച് അടിച്ചു. Oliver cried all day, and he did not sleep at night. ഒലിവർ പകൽ മുഴുവൻ കരഞ്ഞു. രാത്രിയിൽ അവൻ ഉറങ്ങിയില്ല. One day, Mr. Bumble met his friend, Mr. Sowerberry. ഒരു ദിവസം ബംബിൾ എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ സുഹൃത്ത് സൗബറിയെ കണ്ടുമുട്ടി. Mr. Sowerberry was a tall, thin man. സൗബറി ഉയരമുള്ള മെലിഞ്ഞ വ്യക്തിയായിരുന്നു. He made coffins for dead bodies. അദ്ദേഹം മരിച്ച ശവശരീരങ്ങൾക്ക് വേണ്ടി ശവപ്പെട്ടികൾ തയ്യാറാക്കിയിരുന്നു. Many of the dead bodies came from the workhouse. കൂടുതൽ ശവശരീരങ്ങൾ വന്നിരുന്നത് വർക്ക് ഹൗസിൽ നിന്നും ആയിരുന്നു. Mr. Bumble asked, ബംബിൾ എന്ന വ്യക്തി സൗബറിയോട് ചോദിച്ചു, "Do you want a boy to work in your shop?" നിങ്ങളുടെ ഷോപ്പിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ഒരു ആൺകുട്ടിയെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? "You will pay nothing, and we will give you £5. നിങ്ങൾ ഒന്നും ഞങ്ങൾക്ക് നൽകേണ്ടതില്ല. ഞങ്ങൾ നിങ്ങൾക്ക് 5 പൗണ്ട്സ് തരും. Mr. Sowerberry thought a moment and said, "Yes, I want the boy and the £5. അല്പസമയം ചിന്തിച്ചതിന് ശേഷം സോബറി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് 5 പൗണ്ട്സും കുട്ടിയെയും വേണം. Mr. Bumble was happy. ബംബിൾ എന്ന വ്യക്തിക്ക് വളരെ സന്തോഷമായി. In the evening, he took Oliver to Mr. Sowerberry's shop. വൈകുന്നേരം ബംബിൾ എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിനെ സോബറിയുടെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി. Oliver looked at Mr. Bumble and started crying. ഒലിവർ ബംബിൾ എന്ന വ്യക്തിയെ നോക്കി കരയാൻ ആരംഭിച്ചു. I want to be a good boy. I am a very little boy, sir. And it is so lonely. So very lonely. ഞാനൊരു നല്ല കുട്ടിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു ചെറിയ കുട്ടിയാണ്. ഞാൻ തനിച്ചാണ് എന്നെല്ലാം കരഞ്ഞുകൊണ്ട് ഒലിവർ ട്വിസ്റ്റ് ബംബിൾ എന്ന വ്യക്തിയോട് പറഞ്ഞു. Oliver's thin face was covered with tears. ഒലിവർ ട്വിസ്റ്റിന്റെ മുഖം കണ്ണീരുകൊണ്ട് നിറഞ്ഞു. "Here is the boy," said Mr. Bumble. ഇതാ ആ കുട്ടി എന്ന് ബംബിൾ എന്ന വ്യക്തി സോബറിയോട് പറഞ്ഞു. Mr. Sowerberry looked at Oliver. സൗബറി ഒലിവർ ട്വിസ്റ്റിനെ നോക്കി. Then he called his wife. പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ വിളിച്ചു. "This boy is very small," She said. ഈ കുട്ടി വളരെ ചെറുതാണ് എന്ന് അവൾ പറഞ്ഞു. "Yes, he is small," said Mr. Bumble, "but children grow." അതെ, ഇവൻ ചെറിയ കുട്ടിയാണ്, പക്ഷേ കുട്ടികൾ വളരും എന്ന് സോബറി തന്റെ ഭാര്യയോട് പറഞ്ഞു. "Children cost a lot of money," said Mrs. Sowerberry. കുട്ടികൾക്ക് വേണ്ടി വളരെയധികം പണം ചെലവാക്കേണ്ടി വരും എന്നാണ് അവർ പറഞ്ഞതിന്റെ സാരം. She looked at Oliver and said, അവൾ ഒലിവർ ട്വിസ്റ്റിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു. "The dog isn't here tonight, so you can eat his food." ഇന്ന് രാത്രി നായ ഇവിടെ ഇല്ല, അതുകൊണ്ട് നിനക്ക് നായയുടെ ഭക്ഷണം കഴിക്കാം. "Here are some cold pieces of meat." ഇതാ കുറച്ച് തണുത്ത ഇറച്ചി കഷ്ണങ്ങൾ. Oliver ate the dog's food quickly. വളരെ വേഗത്തിൽ ഒലിവർ ട്വിസ്റ്റ് നായയുടെ ഭക്ഷണം കഴിച്ചു. "Come with me," She said. എൻ്റെ കൂടെ വരൂ എന്ന്
അവൾ ഒലിവർ ട്വിസ്റ്റിനോട് പറഞ്ഞു, Your bed is in the shop. നിങ്ങളുടെ കിടക്ക ഷോപ്പിലാണ്. You can sleep here with the coffins. Good night. നിങ്ങൾക്കിവിടെ ശവപ്പെട്ടികളുടെ കൂടെ കിടക്കാം. There were a lot of coffins in the shop. ആ ഷോപ്പിൽ വളരെയധികം ശവപ്പെട്ടികൾ ഉണ്ടായിരുന്നു. Oliver was very sad and afraid that night. ഒലിവർ ആ രാത്രി വളരെ ദുഃഖമുള്ളവനും ഭയമുള്ളവനുമായിരുന്നു. He was alone in a strange place. വിചിത്രമായ ആ സ്ഥലത്ത് അവൻ തനിച്ചായിരുന്നു. He was all alone in the world. He didn't have any parents, and he didn't have any friends either. അവൻ തീർത്തും തനിച്ചായിരുന്നു. അവന് മാതാപിതാക്കളോ സുഹൃത്തുക്കളോ ഉണ്ടായിരുന്നില്ല. The next morning, he heard a noise outside the shop door. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഷോപ്പിന് പുറമേ നിന്നും അവൻ ഒരു ശബ്ദം കേട്ടു. Open the door, Said a voice. വാതിൽ തുറക്കൂ എന്നാണ് അവൻ കേട്ടത്. Oliver opened the door and saw a big boy. ഒലിവർ ആ ഡോർ തുറന്നപ്പോൾ ഒരു വലിയ ആൺകുട്ടിയെ കണ്ടു. He had small eyes and a red nose. അവന്റെ കണ്ണുകൾ വളരെ ചെറുതായിരുന്നു. ചുവന്ന മൂക്കാണ് അവനുണ്ടായിരുന്നത്. I'm Mr. Noah Claypole. Said the boy. You work under me. നീ എനിക്ക് കീഴിലാണ് ജോലി ചെയ്യുന്നത്. Open the windows immediately. ജനാലകൾ വേഗത്തിൽ തുറക്കൂ. Noah wasn't a friend. നോവ ഒരു സുഹൃത്തായിരുന്നില്ല. He was an enemy. അവൻ ഒരു ശത്രുവായിരുന്നു. Noah was jealous of Oliver. നോവയ്ക്ക് ഒലിവറിനോട് അസൂയ ഉണ്ടായിരുന്നു. He pulled his hair and his ears. നോവ ഒലിവർ ട്വിസ്റ്റിന്റെ തലമുടിയും ചെവികളും പിടിച്ചു വലിച്ചു. There were a lot of funerals during this time. ആ സമയത്ത് ധാരാളം ശവസംസ്കാരങ്ങൾ നടന്നിരുന്നു. Mr. Sowerberry gave Oliver a special black hat and dark jacket. സാവ്ബറി എന്ന വ്യക്തി ഒലിവർ ട്വിസ്റ്റിന് കറുത്ത തൊപ്പിയും ഇരുണ്ട ജാക്കറ്റും നൽകി. Oliver became a mourner at many funerals. Mourner. A person who attends a funeral, especially a friend or relative of the dead person, മരിച്ച വ്യക്തിയുടെ ബന്ധുവായോ അല്ലെങ്കിൽ സുഹൃത്തായോ ശവസംസ്കാര ചടങ്ങുകൾ സംബന്ധിക്കുന്ന വ്യക്തിയെയാണ് മോർണർ എന്ന് പറയുന്നത്. After the first funerals, Mr. Sowerberry asked, ആദ്യത്തെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം സോബറി ഒലിവർ ട്വിസ്റ്റിനോട് ചോദിച്ചു, Well, do you like funerals? ശവസംസ്കാര ചടങ്ങുകൾ നിനക്ക് ഇഷ്ടമാണോ? Oliver said. Not very much, sir. അധികം താല്പര്യമില്ല എന്ന് ഒലിവർ മറുപടി പറഞ്ഞു. One day, Noah said bad things about Oliver's mother. ഒരു ദിവസം നോവ ഒലിവറിന്റെ അമ്മയെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പറഞ്ഞു. Oliver's face became red with anger. ഒലിവറിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. He was furious. Furious. വെരി ആംഗ്രി. ഒലിവറിന് വളരെ ദേഷ്യം വന്നു. He hit the table and the chair. He hit Noah Claypole. He began beating him. നോവയെ അവൻ മർദ്ദിച്ചു. Noah was bigger than Oliver, but Oliver wasn't afraid. നോവ ഒലിവറിനേക്കാളും വലിപ്പമുള്ളവനായിരുന്നു. പക്ഷേ ഒലിവറിന് ഭയമുണ്ടായിരുന്നില്ല. Help! Noah cried. He's killing me! Mrs. Sowerberry and a servant came to the kitchen. സാവ്ബറിയും സേവകനും അടുക്കളയിലേക്ക് വന്നു. Together, they beat Oliver for a long time. അവരെല്ലാവരും ചേർന്ന് ഒലിവർ ട്വിസ്റ്റിനെ കുറെ സമയം മർദ്ദിച്ചു.
Then Mrs. Sowerberry locked Oliver in a dark room. സാവ്ബറിയുടെ ഭാര്യ ഒലിവർ ട്വിസ്റ്റിനെ ഒരു ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ടു. ഒലിവർ ട്വിസ്റ്റിന് ഇനി എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. യൂസ് ടു ബി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. We used to be taught well when we were children. When we were children. ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് ഞങ്ങളെ നന്നായി പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ അർത്ഥം. ഇതൊരു പാസീവ് വോയിസ് സെന്റൻസ് ആണ്. യൂസ് ടു എന്ന മോഡൽ ഓക്സിലറിന് ശേഷം ബി ഉപയോഗിച്ച് ബിക്ക് ശേഷം വെർബിന്റെ തേർഡ് ഫോം ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടീച്ച് എന്ന വെർബിന്റെ തേർഡ് ഫോം ആണ് ടോട്ട്. ഞങ്ങളെ നന്നായി പഠിപ്പിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത്. ഇത് അല്പം ടഫായുള്ള ടോപ്പിക്കാണ്. ഏറ്റവും ബേസിക് ലെവൽ മുതൽ സെറ്റ് ചെയ്ത് വരികയാണെങ്കിൽ മാത്രമേ ഈ ഒരു ടോപ്പിക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 600-ൽ പരം വ്യത്യസ്തമായ പ്രയോഗങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കൃത്യം ഓർഡറിൽ അവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചെലവ് വരിക. കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യേണ്ടതാണ്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസിന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി സാമ്പിൾ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. ക്വാളിറ്റി മനസ്സിലാക്കി താല്പര്യമുള്ളവർക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഒരു മാസം 1000 രൂപ മാത്രമാണ് ചിലവ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.